റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പ്, കെ മഹേശന്റെ ആത്മഹത്യ എന്നീ കേസുകൾക്ക് പുറമെ SN ട്രസ്റ്റിന്റെ കോളേജ് അധ്യാപക നിയമനത്തിനും വെള്ളാപ്പള്ളി നടേശനോട് മൃദു സമീപനവുമായി സർക്കാർ. വൻ കോഴ വാങ്ങി ഇല്ലാത്ത വേക്കൻസിയിലേക്ക് നിയമനം നടത്തുന്നുവെന്ന പരാതിയിൽ നടപടികൾക്ക് തടയിടാൻ സർക്കാർ തീരുമാനിച്ചുവെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ നിലപാട് മാറ്റി. അധ്യാപക നിയമനത്തിനുള്ള ഇന്റർവ്യൂ ബോർഡിലേക്ക് സർക്കാർ നോമിനിയെ നൽകേണ്ടതില്ല എന്നായിരുന്നു ആദ്യ ഉത്തരവ്. 2 ആഴ്ചക്കുള്ളിൽ ഇത് തിരുത്തി വെള്ളാപ്പള്ളിക്ക് അനുകൂല ഉത്തരവിറക്കി. 2 ഉത്തരവുകളുടെയും പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിടുന്നു. സുനിഷ അയലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, ഏതൊക്കെ രീതിയിലാണ് ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. എന്തിനാണ് പിന്നീട് തിരുത്താനാണെങ്കിൽ ആദ്യം ഒരു ഉത്തരവ് പുറത്തിറക്കിയത്? മധു, അതാണ് ചോദ്യമായിരുന്നത്. ഈ SN ട്രസ്റ്റിന്റെ കോളേജിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഉത്തരവ്. ഇപ്പോൾ സ്വാഭാവികമായും വെള്ളാപ്പള്ളി നടേശനോട് മൃദു സമീപനം അത് സർക്കാർ കാണിക്കുന്നു എന്നൊരു ആക്ഷേപം ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കോഴ വാങ്ങിക്കൊണ്ട് ഇല്ലാത്ത വേക്കൻസിയിലേക്ക് നിയമനം നടക്കുന്നു എന്നൊരു പരാതി അത് വ്യാപകമായി ഉയർന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഒരു അന്വേഷണം നടക്കുകയും ഇത്തരത്തിലുള്ള നിയമന നടപടികൾ തടയാനായി ഒരു ഉത്തരവിറക്കുകയും ചെയ്തത്. ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത് ഈ ഇന്റർവ്യൂ ബോർഡിലേക്ക് സർക്കാർ നോമിനെ അയക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ഉത്തരവായി തന്നെ നൽകിയിരുന്നത്. പക്ഷേ 2 ആഴ്ചക്കുള്ളിൽ തന്നെ, അതായത് അധ്യാപക നിയമനത്തിനുള്ള ഇന്റർവ്യൂ ബോർഡിലേക്ക് സർക്കാർ നോമിനി ഇറക്കേണ്ടതില്ല എന്ന ഉത്തരവ് സർക്കാർ ഇറക്കി 2 ആഴ്ച കഴിയും മുന്നേ തന്നെ ആ ഉത്തരവ് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് മാറ്റി സർക്കാർ നോമിനിയെ നൽകിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശന് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരെ സഹായിക്കാനാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നത് എന്നത് തന്നെയാണ് ഒരു ചോദ്യമായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു ഉത്തരവിറക്കി 2 ആഴ്ചക്കുള്ളിൽ വീണ്ടും മറ്റൊരു ഉത്തരവിറക്കുമ്പോൾ ആർക്കാണ് സഹായം നൽകുന്നത് എന്നത് തന്നെയാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം. അതിനെതിരെ തന്നെയാണ് പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നത്. ഇപ്പോൾ മാധു പറഞ്ഞതുപോലെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാകട്ടെ, മഹേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാകട്ടെ, അന്ന് സർക്കാർ വെള്ളാപ്പള്ളി നടേശനോട് കാണിച്ചിരുന്ന മൃദു സമീപനം നിലപാട് വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. അതിനുശേഷം വീണ്ടും ഇത്തരത്തിൽ SN ട്രസ്റ്റിന് കീഴിലുള്ള കോളേജുകളിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചട്ടവിരുദ്ധമായ നടപടികൾ, അത് കോഴ വാങ്ങിക്കൊണ്ടുള്ള നിയമനമടക്കം നടക്കുന്നു എന്നുള്ളതാണ്. അതിനും സർക്കാർ കൂട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ അതിന് വെള്ളാപ്പള്ളി നടേശനോട് മൃദു സമീപനം കാണിക്കുന്നു. അതെന്തിനു വേണ്ടി എന്നുള്ളത് തന്നെയാണ് ഉയരുന്നത്. ആരെ പ്രീതിപ്പെടുത്താനുള്ള നീക്കമാണ് എന്നുള്ളതാണ് ചോദ്യമായി വരുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ ഓരോ ഉത്തരവുകൾ മാറ്റുന്നു. ആദ്യ ഉത്തരവ് ആളുകളെല്ലാം ബോധ്യപ്പെടുത്താനായി എന്ന രീതിയിൽ ഈ നിയമന നടപടികൾ തടയുമെന്ന രീതിയിലായിരുന്നുവെങ്കിൽ പിന്നീട് 2 ആഴ്ച കഴിഞ്ഞ് അതിന്റെ ചൂടാറുമ്പോഴേക്കും അടുത്ത നിയമനം അത് വെള്ളാപ്പള്ളി നടേശന് അനുകൂലമായിക്കൊണ്ട് തന്നെ അടുത്ത ഉത്തരവ് വരുന്നു എന്നുള്ളതാണ്. ഏതായാലും വ്യാപകമായ പ്രതിഷേധം ഉയരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഉത്തരവ് പിൻവലിക്കാൻ മറ്റൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നതാണ് അറിയേണ്ടത്. മാധു, സുനിഷ അയലൂരാണ് വിവരങ്ങൾ നൽകിയത്. വെള്ളാപ്പള്ളി നടേശനോടുള്ള അനുകൂല മനോഭാവം വീണ്ടും തുടരുകയാണ്. ഈ 3ാമത്തെ സംഭവത്തിലും സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നത് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഉത്തരവുകളുടെ പകർപ്പുകളാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടത്.